വി.എസ്. അച്യുതാനന്ദൻ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിനു പിന്നിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമെന്ന വെളിപ്പെടുത്തലുമായി CPIM നേതാവ് സുരേഷ് കുറുപ്പ്. ഒരു യുവ വനിതാ നേതാവാണ് പരാമർശം നടത്തിയത്. അങ്ങനെയാണ് ദുഃഖിതനായി ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ വി.എസ്. വേദി വിട്ടതെന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു. തിരുവനന്തപുരം സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വാദം M. സ്വരാജ് ഉയർത്തിയെന്ന പിരപ്പൻകോട് മുരളിയുടെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. റഹീസ് റഷീദും K. സജീഷുമുണ്ട് വിവരങ്ങളുമായി. സജീഷ്, ഇപ്പോൾ വി.എസ്. പോയതിനു ശേഷം പഴയ കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. ആദ്യം പിരപ്പൻകോടാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം വീണ്ടും എടുത്തിട്ടത്. ഇപ്പോൾ ആലപ്പുഴ സമ്മേളനം, വി.എസ്. ഇറങ്ങിപ്പോയ ആലപ്പുഴ സമ്മേളനം എന്തിനായിരുന്നു ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് സുരേഷ് കുറുപ്പാണ്. എന്താണ് ആ വെളിപ്പെടുത്തൽ? സ്മൃതി, സുരേഷ് കുറുപ്പ് നമുക്കറിയാം കോട്ടയത്തെയും ഒപ്പം തന്നെ സംസ്ഥാനത്തെയും അറിയപ്പെടുന്ന ഒരു CPM നേതാവായിരുന്നു ഒരു കാലത്ത്. പക്ഷേ കഴിഞ്ഞ ഈ വർഷം ആദ്യം നടന്ന CPM ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. അതിന് ആ സമയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടിയുമായി പിണക്കത്തിലായിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ സുരേഷ് കുറുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ പണിഷ്മെന്റ് VS-ഉം CPM-മായി ചേർന്ന് വളരെ പ്രസിദ്ധവും അല്ലെങ്കിൽ കുപ്രസിദ്ധവുമായ ഒരു പ്രയോഗമാണ്. പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതായത് തിരുവനന്തപുരം സമ്മേളനത്തിൽ 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം എന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു യുവ നേതാവ് പറഞ്ഞു എന്നായിരുന്നു പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ. അതിനു മുമ്പേ തന്നെ ആ പരാമർശം പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ 2012 മാത്രമല്ല 2015 ആലപ്പുഴ സമ്മേളനത്തിലും VS-നെതിരെ ഇതേ ആരോപണം അല്ലെങ്കിൽ ഇതേ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതും ഒരു അല്ലെങ്കിൽ അതൊരു വനിതാ പ്രതിനിധി, ഒരു പെൺകുട്ടി ഈ VS-നെതിരെ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിക്കൽ കൂടി CPM രാഷ്ട്രീയത്തിലും VS-ഉമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലുമെല്ലാം തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നിറയുകയാണ്. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്നത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം കേട്ട ശേഷം ആ യോഗത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പോലും അതിനെ എതിർക്കുകയോ തടയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം കുറേ നേരം ദുഃഖിതനായി തല താഴോട്ട് ആക്കിയിരുന്നു. അതിനുശേഷം അതീവ ചിന്താഭാരത്തോടെ അദ്ദേഹം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം 2015 ആലപ്പുഴ സമ്മേളനത്തിൽ VS-ന്റെ ഇറങ്ങിപ്പോക്ക് ചരിത്രപ്രസിദ്ധമായിരുന്നു. CPM-ന്റെ വിഭാഗീയത അതിൻ്റെ കൊടുമുടിയിൽ എത്തിയ ഒരു കാലത്തായിരുന്നു VS സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണോ എന്ന് പോലും അഭ്യൂഹങ്ങൾ അക്കാലത്ത് ഉയരുകയും ചെയ്തിരുന്നു. അതിന് ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെയായിരുന്നു VS ഗുരുതരമായ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. ഏതായാലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ സുരേഷ് കുറുപ്പിന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായതോടുകൂടി ഇതിന് CPM സംസ്ഥാന ഇതിലൊരു സംശയം വരുന്നത്, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രതികരണം നേരത്തെ M. സ്വരാജ് പാർട്ടി യോഗത്തിൽ നടത്തി എന്നുള്ളതും താൻ അതിന് സാക്ഷിയായിരുന്നു എന്നും പിരപ്പൻകോട് മുരളിയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ ദൃശ്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ തെളിയിക്കൂ എന്ന് സ്വരാജ് പിന്നീട് പ്രതികരിക്കുന്നു. മാധ്യമ ചർച്ചയിൽ അദ്ദേഹം അത് പറയുന്നു. ഉറപ്പായിട്ടും ഈ യോഗത്തിനകത്തെ ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. പക്ഷേ ഞാൻ ദൃക്സാക്ഷിയായിരുന്നു എന്നാണ് പിരപ്പൻകോട് മുരളി പറഞ്ഞത്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിൽ ഈ പ്രയോഗമുണ്ടായി എന്നാണോ നമുക്ക് ഈ രണ്ടാമത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം CPM സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായി എന്നത് ഒരു വസ്തുത തന്നെയാണ് പറയേണ്ടി വരും. കാരണം അന്ന് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം നടത്തിയത് M. സ്വരാജ് ആണ് എന്ന് വലിയ തോതിലുള്ള ആരോപണം ഉയരുകയും അതിനെ സ്വരാജ് നിഷേധിക്കുകയും ചെയ്തു. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് VS തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം തനിക്കെതിരെ ഉണ്ടായി എന്ന് പരോക്ഷമായി സ്ഥിരീകരിക്കുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് വെടിയുണ്ടുകളെ ഒപ്പം തന്നെ തോക്കിനെയൊക്കെ നെഞ്ചുവിരിച്ച് നേരിട്ട തങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ആരും ഭയപ്പെടുത്തേണ്ടതില്ല എന്നാണ്. അതായത് തനിക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം ഉണ്ടായി എന്ന് VS തന്നെ പരോക്ഷമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് ആ കോലാഹലങ്ങളൊക്കെ അടങ്ങിയെങ്കിലും VS-ഉം CPM-ഉം തമ്മിലുള്ള വിഭാഗീയത വളരെ രൂക്ഷമായി തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് 2015 നമുക്കറിയാം അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഭാഗീയത അതിന് അങ്ങേത്തലയിലായിരുന്നു. സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനം ചരിത്രപ്രസിദ്ധമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന V.S. അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് താണിരിക്കുന്നു എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. അത് അന്ന് എല്ലാവരും ഞെട്ടലോടെയാണ് ആ വാർത്താ സമ്മേളനം നേരിൽ കണ്ടതും നോക്കിക്കണ്ടുകയും ചെയ്തത്. അതിനുശേഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ VS-നെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ആ ആരോപണത്തിൽ തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം ഒരിക്കൽ കൂടി പ്രതിനിധികൾ ഉയർത്താൻ ധൈര്യം കാണിക്കുകയും ചെയ്തു. ഏതായാലും VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം ഉണ്ടായി എന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കപ്പെടുകയും
ആരോപിക്കപ്പെടുകയാണ്. പിരപ്പൻകോട് മുരളി 2012 സംസ്ഥാന സമ്മേളനത്തിൽ താൻ പങ്കെടുക്കവേ താൻ ഈ വാക്കുകൾ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അത് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ വെളിപ്പെടുത്തലിനെ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാഷ് CPM സംസ്ഥാന സെക്രട്ടറി തള്ളിയിരുന്നു. അതൊരു പുസ്തക പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി, അതിനുവേണ്ടിയുള്ള ഒരു പണിയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞത്. പിരപ്പൻകോട് മുരളി അദ്ദേഹം തള്ളിക്കളഞ്ഞത്. പക്ഷേ 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ഒരു പ്രയോഗം VS-നെതിരെ ഉയർത്താൻ സമ്മേളന പ്രതിനിധികൾ ധൈര്യം കാണിച്ചു. സതീഷ്, ഞാൻ വരാം.